ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകളുടെ പുതിയ വെർഷൻ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ. പ്രൊജക്ട് 18 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. നേരത്തെയും ഇന്ത്യക്ക് ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകളുണ്ട്, അത് നമുക്കറിയാം. എന്താണ് ഇപ്പൊ ഈ പുതിയ പ്രൊജക്ടിന്റെ പ്രത്യേകത? അടുത്ത തലമുറ ഡിസ്ട്രോയർ ക്ലാസ് യുദ്ധക്കപ്പലുകൾ ഇറക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതി മായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ. 80,000 കോടി രൂപ ചിലവഴിച്ചാണ് ഈ കപ്പലുകൾ നിർമ്മിക്കുന്നത്. 4 ഡിസ്ട്രോയറുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇതിൽ ആദ്യം നിർമ്മിക്കാൻ പോകുന്നത്. ആ 4 ഡിസ്ട്രോയറുകൾ കൂടി തന്നെ ഏതാണ്ട് ഇത്രയും തുക ചിലവാകും. എന്താണ് ഡിസ്ട്രോയർ കപ്പലുകൾ? ഈ യുദ്ധക്കപ്പലുകൾ 3ആയിട്ട് സാധാരണഗതിയിൽ തരംതിരിക്കും. ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളാണ് ഡിസ്ട്രോയറുകൾ. വിമാനവാഹിനി കഴിഞ്ഞല്ല, ഏതാണ്ട് ഒരു മിനി വിമാനവാഹിനി കപ്പൽ തന്നെയാണ്. അതിന്റെ താഴെ ഫ്രിഗേറ്റുകൾ, അതിന്റെ താഴെ കോർവെറ്റുകൾ. അങ്ങനെയാണ് 3 തരത്തിലുള്ള, ഒരുപാട് തരത്തിലുള്ള യുദ്ധക്കപ്പലുകളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ, നമ്മൾ പ്രോപ്പർ യുദ്ധക്കപ്പൽ എന്ന് പറയാൻ പറ്റുന്നത് ഈ 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിൽ ഇതില് ഈ ഇപ്പൊ പറയുന്ന സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ എന്നാണ് ഈ ഇപ്പോഴത്തെ ഡിസ്ട്രോയറുകളെ പറയുന്നത്. അതായത് ഈ റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള അതിന്റെ ഒരു ഷേപ്പ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ റഡാറ് വേവ്സ് അബ്സോർവ് ചെയ്യുന്ന പെയിന്റ് അടിക്കുകയും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് ഈ മിസൈലുകൾ, അതായത് ഒരു അതിന്റെ എണ്ണം നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം ഒരു ഡിസ്ട്രോയർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഡിസ്ട്രോയറുകൾ കൊൽക്കത്ത ക്ലാസ് എന്നും വിശാഖപട്ടണം ക്ലാസ് എന്നുമുള്ള 2 തരം ഡിസ്ട്രോയറുകളാണ്. ഈ വിശാഖപട്ടണം ക്ലാസ് ആണ് നമ്മുടെ ഏറ്റവും ഭാരമേറിയ, ഏറ്റവും കൂടുതൽ ആയുധങ്ങളൊക്കെ വഹിക്കുന്ന ഡിസ്ട്രോയർ. അതിന്റെ ഭാരം എന്ന് പറയുന്നത് 7,000 ടണ്ണാണ്. 6,500, 7,000, അവസാനം ഇറക്കിയത് 7,000 ടണ്ണിന്റെയാണ്, ഏറ്റവും വലുത്. പക്ഷേ ഈ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ പ്രോജക്ട് 18ന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന ഡിസ്ട്രോയറുകൾ 10,000 ടൺ തൊട്ട് 14,000 ടൺ വരെ ഭാരമുള്ള ഡിസ്ട്രോയറുകളായിരിക്കും. ഏതാണ്ട് 180 മീറ്റർ നീളം വരുന്ന, അതായത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇതിലൂടെ നടന്ന് അപ്പുറത്ത് അങ്ങേയറ്റം ചെല്ലുന്നതിന് പകരം ജീപ്പിലായിരിക്കും ഈ നാവികർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അത്ര വലിയൊരു കപ്പലായിരിക്കും ഇത്. വിമാനവാഹിനി കപ്പലുകൾ വിമാനമാണെങ്കിൽ ഇതില് ഈ നമ്മളിപ്പോ പണിഞ്ഞിറങ്ങാൻ എന്ന പ്രോജക്ട് 18 കപ്പലുകളിൽ, ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകളിൽ 3 ഹെലികോപ്റ്ററുകൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം അതൊരു ഹെലികോപ്റ്റർ കാരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, അതിനൊപ്പം ഡ്രോണുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു മിനി വിമാനവാഹിനി കപ്പൽ തന്നെ ആയിരിക്കും. ബ്രഹ്മോസിന്റെ എക്സ്റ്റൻഡഡ് വെർഷൻ, ബ്രഹ്മോസ് അതായത് 800 കിലോമീറ്റർ തൊട്ട് 1,500, നമ്മൾ നിർമ്മിക്കാനിരിക്കുന്ന 1,500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് ഉൾപ്പെടെ, അതുപോലെ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈല്, ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, അതായത് ഒരു വ്യോമാക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മിസൈലുകൾ, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ആന്റി ഡ്രോൺ ലേസറുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ സംവിധാനമായിരിക്കും ഈ നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോൾ തന്നെ ഈ വിശാഖപട്ടണം ക്ലാസ്സിലൊക്കെ തന്നെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് ആ ലെവലിലായിരിക്കില്ല. അതിനേക്കാൾ വളരെയധികം ആയുധങ്ങൾ. ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്നത് വിശാഖപട്ടണം ക്ലാസ്സില് നമ്മുടെ ഈ ഇപ്പോഴത്തെ ബ്രഹ്മോസ് ഉണ്ടല്ലോ, 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള, അത് തന്നെ ഏതാണ്ട് 18-20 ബ്രഹ്മോസ് മിസൈലുകൾ അതിലുണ്ട്. അപ്പൊ അത്ര വലിയൊരു ആയുധശേഷി ഉള്ളതാണിത് ഈ ഡിസ്ട്രോയർ. ഈ ഡിസ്ട്രോയറുകൾ വിമാനവാഹിനികളും ഡിസ്ട്രോയറുകളും അതുപോലെ ഫ്രിഗേറ്റുകളും ചെറിയ കപ്പലുകളും ആക്രമണ ഹെലികോപ്റ്ററും ഒക്കെ അടങ്ങുന്ന വലിയൊരു വ്യൂഹമാണ് സാധാരണഗതിയിൽ ആക്രമിക്കാനായിട്ട് എത്തുന്നത്. അത് ഒറ്റയ്ക്കല്ല വരുന്നത്. അപ്പം അതിനൊപ്പം തന്നെ അന്തർവാഹിനികളും കാണും. ഇതൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു മല ഇളകി വരുന്നത് പോലെ ഒരു കടല് ഒന്നാകെ നമുക്ക് നേരെ ആക്രമിക്കാനായിട്ട് വരുന്ന ഒരു പ്രതീതിയാണ്. കാരണം അത്ര വലിയ പ്രഹരശേഷിയാണ് ഈ ഇത്തരം വലിയ ഡിസ്ട്രോയറുകളൊക്കെ സൂക്ഷിക്കുന്നത്. ഇങ്ങനത്തെ ഡിസ്ട്രോയറുകൾ, ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ 10,000 തൊട്ട് 14,000 ടൺ എന്ന് പറയുന്ന അമേരിക്കൻ ഡിസ്ട്രോയറുകളുടെ ഒരു ക്ലാസ്സാണ്. അതിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും, അതായത് അതിന്റെ ഭാരം ഈ 14,000 ടണ്ണൊക്കെയാണ്.
അത്ര വലിയ ഡിസ്ട്രോയറുകൾ ഇന്ത്യ നിർമ്മിക്കുക, അത് ശരിക്കും പറഞ്ഞാല് ഇത് ഇന്ത്യയുടെ ഒരു വളരുന്ന ആയുധ നിർമ്മാണ ശേഷിയുടെ ഒരു വലിയ ഉദാഹരണമാണ്. ഈ ഡിസ്ട്രോയർ ഈ പ്രോജക്ട് 18 ഇതിൽ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെയാണ്, പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഡിസ്ട്രോയറാണ് 100%. ഇതിൽ ഒരു ഭാഗവും വെളിയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ ചില കാര്യത്തിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ നാവിഗേഷൻ, പ്രൊപ്പല്ലന്റ്, അതുപോലെ പവർ ജനറേറ്റർ. ഈ പവർ ജനറേറ്ററും പ്രൊപ്പല്ലന്റും ഒക്കെ തന്നെ ലോക്കൽ ഗ്യാസ് ടർബൈനാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു കപ്പലിന് ശക്തി കൊടുക്കേണ്ട എഞ്ചിന്, കപ്പലിലെ ആവശ്യങ്ങൾക്കായിട്ട് വൈദ്യുതി ഉൽപാദനത്തിനുള്ള ടർബൈനുകൾ, മിനി മറൈൻ ജനറേറ്ററുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ വികസിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതൊക്കെ ആയിരിക്കും ഈ യുദ്ധക്കപ്പലുകളിൽ, ഈ ഡിസ്ട്രോയറുകളിൽ ഉപയോഗിക്കുക. അതായത് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന പണം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. നിരവധി നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത്തരം ഒരു വലിയ പദ്ധതിയാണ്. ഇതിനകത്തില് റഡാറ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, അതുപോലെ കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ടെക്നോളജി, ഇതെല്ലാം തദ്ദേശീയമാണ്. അപ്പോ ഡിസ്ട്രോയറുകളുടെ നിർമ്മാണത്തിൽ നമ്മൾ സമ്പൂർണ്ണ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്നതായിരിക്കും ഈ പ്രോജക്ട് 18ന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന ഈ ഭീമാകാരന്മാരായിട്ടുള്ള ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകൾ. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പരിണത ഫലം, ഒരു ലോക്കൽ സപ്ലൈ ചെയിൻ സിസ്റ്റം ഇവിടെ രൂപം കൊള്ളാൻ പോവുകയാണ്. അതായത് ഇന്ത്യക്കുള്ളിൽ ഇത്തരം നിർമ്മാണങ്ങൾ, അതായത് മറൈൻ ഇത്തരം ജനറേറ്ററുകളാണെങ്കിലും, ടർബൈൻ ആണെങ്കിലും, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആണെങ്കിലും, കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിലും, ഇതൊക്കെ തന്നെ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. വലിയൊരു ഒരു ഏതാണ്ട് ആദ്യത്തെ 4 കപ്പലിന് തന്നെ 80,000 കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഇത് ഈ മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ ഇത്ര വലിയൊരു തുക പ്രതിരോധ മേഖലയിലേക്ക് പമ്പ് ചെയ്യുകയാണ്. അത് രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. വലിയൊരു മുന്നേറ്റം ഇത് ഇവിടെ ഉണ്ടാവുകയാണ്. ഇതോടൊപ്പം തന്നെ നെക്സ്റ്റ് ജനറേഷൻ ഫ്രിഗേറ്റുകളും നെക്സ്റ്റ് ജനറേഷൻ കോർവെറ്റുകളും ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോ ഈ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഇന്ത്യയുടെ ഒരു ലക്ഷ്യം, ഇന്ത്യയും ചൈനയും തമ്മില് ഈ കപ്പലുകളുടെ കാര്യത്തിൽ വലിയ അന്തരമുണ്ട്. ചൈന ഇപ്പൊ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധക്കപ്പലുകളുള്ള രാജ്യമാണ് ചൈന, അമേരിക്ക അല്ല. ആ സ്ഥിതിയിലേക്ക് ചൈന വളർന്നു. അപ്പൊ നമ്മളിപ്പം നമ്മുടെ ലക്ഷ്യം ചൈനയെ ആക്രമിക്കുകയല്ല, നമ്മുടെ കടൽ, നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും നമ്മുടെ തീരപ്രദേശവും സമ്പൂർണമായിട്ട് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് തൽക്കാലം ചൈനയെ നേരിടാനായിട്ട് നമ്മൾ ഈ P-8 എന്ന് പറയുന്ന പൊസൈഡൺ നിരീക്ഷണ വിമാനങ്ങൾ, അതുപോലെ തന്നെ MH-64 ഒക്കെ ഹെലികോപ്റ്റർ, അറ്റാക്ക് ഹെലികോപ്റ്റർ, ഇതൊക്കെ അമേരിക്കയുടെ നമ്മൾ വാങ്ങിച്ചാണ്. അപ്പം നമ്മൾ കപ്പലുകളുടെ എണ്ണത്തിൽ ചൈന വളരെ മുന്നിലാണ്. പക്ഷെ എങ്കിലും ഈ 2 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ചൈനയുടെ കൈവശം ഏതാണ്ട് 700ഓളം പലതരത്തിലുള്ള കപ്പലുകളുണ്ട്. ഇന്ത്യക്കാകട്ടെ എല്ലാം കൂടെ ഏതാണ്ട് 200ഓളമേ വരുത്തുള്ളൂ. 200 പിന്നെ വാർഷിപ്പ് തന്നെ എന്നുള്ള നിലയിൽ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഉയരും. ചുരുക്കി പറഞ്ഞാൽ വരും വർഷങ്ങളിൽ നമ്മൾ ഒരു വൻ ശക്തി തന്നെയാകും. ചൈന നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഇത് നമുക്ക് തൽക്കാലം മറക്കണ്ട. അത് പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറി നമ്മളെ ആക്രമിക്കാനോ, ഇന്ത്യയുടെ തീരപ്രദേശത്ത് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ അവർക്ക് സാധിക്കില്ല, ഇപ്പോഴും സാധിക്കില്ല. എന്തെന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ നമ്മുടെ മിസൈലുകൾ, ലക്ഷദ്വീപിലെ നമ്മുടെ മിസൈൽ, ഇതൊക്കെ 2 വലിയ വിമാനവാഹിനി കപ്പലുകൾ പോലെ 2 ദ്വീപ സമൂഹങ്ങൾ, ചൈനയിലേക്കുള്ള ഏതൊരു ഗതാഗതവും തടസ്സപ്പെടുത്താൻ ഉള്ള ശേഷി ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇത് പോരാ. നാളെ ചൈനയുടെ ദക്ഷിണ ചൈന കടലിലോ അല്ലെങ്കിൽ പസഫിക്കിലോ ഒക്കെ പോയിട്ട് ചൈന ഇങ്ങോട്ട് കയറി വന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ 2 എണ്ണം അങ്ങോട്ടൂടെ വിട്ടു കഴിഞ്ഞാൽ അതോടെ ചൈനയുടെ അഹങ്കാരം തീരും. അപ്പൊ ആ ലെവലിലേക്ക് ഇന്ത്യൻ നാവികസേന വളരുകയാണ്. എന്തായാലും ശരി, ഇത് വലിയൊരു കാൽവെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.